ഒരു രാത്രിയിൽ ഉരുളെടുത്തു പോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലേക്ക് അവർ വീണ്ടും എത്തി. പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഓരോരുത്തരും ഈ മണ്ണിലേക്ക് എത്തിയത്. ചേച്ചീൻ്റെ 3 പേരക്കുട്ടികൾ, പിന്നെ അച്ഛനും അമ്മേൻ്റെ മൂന്നാൾ. മക്കളെ കാണാൻ തോന്നുമ്പോൾ അപ്പോഴും വരും. പുത്തുമല ഹൃദയഭൂമിയിലേക്ക് വീണ്ടും മഴ പെയ്തു തുടങ്ങി. വരുന്നു ഓരോ ആളുകളും ആ വഴി മുതൽ ഇങ്ങോട്ട്. പുത്തുമല ഹൃദയഭൂമിയിലേക്കുള്ള വഴി മുതൽ ഇങ്ങോട്ട് തേങ്ങി കരഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ ഒരു ഹൃദയഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അടക്കിയ മനുഷ്യരുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു ഫ്ലെക്സാണ്. ആ ഫ്ലെക്സിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെയാണ് ആദ്യം കാണാനാവുക. പ്രിയപ്പെട്ടവരുടെ മുഖം കാണുമ്പോൾ അത് ഒരു വിങ്ങലോടെ, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ടവരുടെ മുഖം ആദ്യം ആ ഒരുപാട് ചിത്രങ്ങൾക്കിടയിൽ നിന്ന് ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഒരു തെളിച്ചം ആ കണ്ണുകളിലുണ്ടെങ്കിൽ അത് അതിവേഗം കണ്ണീരാകുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ ഹൃദയഭൂമിയിലേക്കുള്ള വഴികളിൽ അത്രയും കരഞ്ഞുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ടവരെ കാണാൻ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അച്ഛനെ, അമ്മയെ, സഹോദരിയെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, അങ്ങനെ പലരുമാണ് ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണീരാണ് ഇവിടെ ഓരോരുത്തരും. അതായത് ഒരു വർഷം മുമ്പ് ഒരു രാത്രിയിൽ നനച്ചിരിക്കാത്തൊരു നേരത്ത് ഉറ്റവരെയും ഉടയവരെയും കൊണ്ടുപോയതാണ് ഒരു പ്രളയം. പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഇവർക്ക് പലരും ഇല്ലാതാവുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി വിട്ടുപോയ ആളുകളെ കാണുമ്പോൾ, അവരുടെ പേരുകൾ കാണുമ്പോൾ, ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോരുത്തരും കരയുകയാണ്. കൂടെ വന്നവർക്ക് പോലും ആശ്വസിപ്പിക്കാനാവാത്ത വിധത്തിലേക്ക് ഇവിടുത്തെ കാഴ്ചകൾ മാറുന്നു.